കർണൻ്റെ അരങ്ങേറ്റം. ക്ലാസ്സിൽ ഞാൻ സാധാരണ പാഠത്തിൻ്റെ ആദ്യ അവസാനം വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു രീതി സ്വീകരിക്കില്ലായിരുന്നു. ഇവിടെ DPP സമയം മുതൽ നമുക്ക് കിട്ടിയൊരു തെളിച്ചം കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഈ പാഠഭാഗം എല്ലാ കുട്ടികളുടെ കയ്യിലും കൊടുത്തിട്ട് നിങ്ങൾ കർണനെങ്കിൽ എന്നുള്ളതിനെക്കുറിച്ച് എന്ത് തോന്നിയാസവും എഴുതിത്തരാൻ പറഞ്ഞു. എല്ലാ കുട്ടികളും എഴുതി 2 പീരീഡ് ഒരുമിച്ചിട്ടിട്ടാണ് ഈ ഒരു സംഭവം നടത്തിയത്. എന്നിട്ട് എല്ലാവരുടെയും എഴുത്ത് ക്ലാസ്സിൽ വായിച്ചു. അതിൽ ഒരു കുട്ടിയുടെ എഴുത്ത് എന്നെ അത്ഭുതപ്പെടുത്തി. അതിന് ഞാൻ കർണനല്ലല്ലോ ആദ്യത്തെ വാക്യമാണ്. എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ്. ഞാൻ അർജുൻ്റെ അടുത്ത് പോയി, എടാ നിൻ്റെ ആയുധം തരാമെങ്കിൽ ഞാൻ ഈ പണി നിൻ്റെ മുമ്പ് കാണിക്കും, എനിക്ക് കാശ് കിട്ടുമ്പോൾ ഞാനിതെല്ലാം തിരികെ തരാം എന്ന് പറഞ്ഞുള്ളൊരു അസൈൻമെൻറ്റാണ്. വളരെ രസകരമായിട്ട്, ദീർഘമാണത്, ഞാനത് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഈ വായിച്ച് കേട്ടതിൽ ഏറ്റവും നല്ല എഴുത്ത് ഏതായിരുന്നു എന്ന്. അപ്പം എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ കുട്ടിയുടെ എഴുത്തിനെ പ്രശംസിച്ചു പറഞ്ഞു. ഞാൻ ഇവളെ കാര്യം അങ്ങനെ വതോരാതെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് നടന്നു സ്കൂളിൽ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ബയോളജി ടീച്ചർ എന്നെ വിളിച്ചു, സാറൊന്ന് ഓടി വരണം. ഞാൻ ടീച്ചറുടെ അടുത്തേക്ക് ചെന്നു. ടീച്ചർ ബയോളജി നോട്ട്ബുക്ക്, ഈ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ ബയോളജി നോട്ട്ബുക്ക് തുറന്ന് എൻ്റെ മുന്നിൽ വെച്ചു. സാറ് വായിച്ച് നോക്കണമെന്ന്. അതൊരു പ്രണയലേഖനമായിരുന്നു. ഒമർ ഖയ്യാമിൻ്റെ ഭാഷ പോലെ മനോഹരം. ഞാൻ പറഞ്ഞു, ടീച്ചറെ മനോഹരമായൊരു പ്രണയലേഖനമാണല്ലോ, സാറിൻ്റെ കൊച്ചെഴുതി വെച്ചതാണ്, അതും ബയോളജി നോട്ട്ബുക്കിൽ. ഞാൻ പറഞ്ഞു, ബയോളജി നോട്ട്ബുക്കിലല്ലേ പ്രണയലേഖനം എഴുതേണ്ടത്? ടീച്ചറിന് ദേഷ്യം വന്നു. എന്തു പറഞ്ഞാലും സാർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ഞാൻ അപ്പോഴും വിചാരിച്ചു, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, ഇവളുടെ കാമുകൻ്റെ പേരതിനകത്തുണ്ട്. എനിക്ക് അവനെ മനസ്സിലായി, അവൻ കാര്യമായിട്ടൊന്നും പഠിക്കാത്ത കുട്ടിയാണ്. പ്രണയത്തിന് അങ്ങനെയൊക്കെ വേണമെന്ന് ചോദിച്ചാൽ വേണ്ട, പക്ഷേ ഞാൻ അവനെ ഒഴിവാക്കി അവളെ രക്ഷപ്പെടുത്തണമെന്നുള്ളൊരു ദുഷ്ടചിന്ത ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനങ്ങ് ആലോചിച്ചു പോയി. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഞാൻ എന്നിട്ട് എൻ്റെ സുഹൃത്തായൊരു അധ്യാപകനെ വിളിച്ചിട്ട് ബെല്ലടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, സുഹൃത്തെ നിങ്ങൾ എനിക്ക് കാവൽ നിൽക്കണം, ഞാൻ ഇന്ന കുട്ടിയോട് ഒരു കാര്യം സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവളെ വിളിച്ചിട്ട് അടുത്തിരുത്തിയിട്ട് ഞാൻ ചോദിച്ചു, മക്കളെ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ നേരെ പറ എന്നെൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്. അപ്പോൾ എന്നെ അത് കുഴക്കിക്കളഞ്ഞു. ഞാൻ നേരെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നീയും മറ്റേ പയ്യനുമായിട്ട് ലൈനാണല്ലേ? അത് പ്രണയമാണ്, ലൈനൊന്നും പറഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, മക്കളെ അതൊന്ന് ഒഴിവാക്കിക്കൂടെ? ബൈബിളിൽ തൊട്ട് സത്യം ചെയ്തത് ഒഴിവാക്കാനോ? അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നിനക്ക് 9ാം ക്ലാസ്, പ്രായപൂർത്തിയായില്ലല്ലോ, ഒരു 20 വയസ്സൊക്കെ ആകണ്ടേ? സാർ എന്തോന്നു ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നെന്ന് പറഞ്ഞ് എങ്ങും കരഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ നീ ഇങ്ങനെ പ്രണയിക്കുന്നതെന്ന് എനിക്കറിയാമോ? ഞാനിങ്ങനെ യാദൃച്ഛികമായിട്ട് അറിഞ്ഞതല്ലേ. പക്ഷേ ഇതെങ്ങനെ മാറും, ഞാൻ സത്യം ചെയ്തു പോയില്ലേ? ഞാൻ പറഞ്ഞു, മക്കളെ ഒരു കാര്യം ചെയ്യും, 20 വയസ്സാകണം, നിങ്ങളിലൊരാൾക്ക് ജോലി കിട്ടണം, ഞാൻ നടത്തിത്തരും. സത്യം തന്നെ. ഞാൻ പറഞ്ഞു, സത്യം. ഉള്ളിൽ തന്നെ ഒരു കള്ളമുണ്ടെന്ന് തോന്നിപ്പിക്കാത്ത വണ്ണം അവളുടെ മുമ്പിൽ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാനങ്ങനെ പറഞ്ഞു ഉറപ്പിച്ചു. അവൾ ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഞാനിങ്ങനെ സ്റ്റാഫ് റൂമിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഇവൾ അടുത്ത ക്ലാസ്സിൽ ജനലിലൂടെ ഒരു കടലാസ് കഷ്ണം ഇവളുടെ കാമുകൻ്റെ സഹോദരിയുടെ കയ്യിൽ കൊടുക്കുന്ന കാഴ്ച കണ്ടു. ഞാൻ കാണുന്ന തരത്തിലാണ് കൊടുക്കുന്നത്. എനിക്ക് ആകെ വിഷമം തോന്നി. വാക്ക് തന്നതല്ലേ, ഇവള് മാറിയോ? ഞാനിങ്ങനെ വല്ലാതെ വിഷമിച്ച് നിൽക്കുമ്പം ഇവൾ പിറകെ കൂടെ വന്ന്
പിന്നെ ഒന്ന് വട്ടം കറങ്ങിയിട്ട് മുന്നേ വന്ന് നിന്ന്, ഇപ്പോൾ സാറിൻ്റെ മനസ്സിലൂടെ ഓടുന്ന തീവണ്ടി ഏതാണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീവണ്ടിയോ? എന്തോന്ന്? ഏത്? കള്ളം പറയാൻ അറിഞ്ഞൂടാ. കള്ളം പറയണമെങ്കിലേ വൃത്തിയായിട്ട് പറയാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കടലാസ് എടുത്ത് എന്നെ മുമ്പ് കാണിച്ചു. അതിനകത്തൊന്നുമില്ല, ഒരു ബ്ലാങ്ക് കടലാസാണ്. സാറും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊരു ചോദ്യമുണ്ടല്ലോ, അതെൻ്റെ അധ്യാപക ജീവിതത്തിൽ ആരെയും അങ്ങനെ സംശയിക്കരുതെന്നും അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ലെന്നും അങ്ങനെ ആരുടെയും പുറകെ ഒരു ഒളിക്കണ്ണുമായിട്ട് നടക്കേണ്ടതില്ലെന്നും കിട്ടിയ വലിയ പാഠമാണ്.